തമിഴ് പടത്തിൽ ഒരു പാട്ട് ഒരു കുത്തുപാട്ട് വേണം, പക്ഷേ അത് ഒരു ഡിഫറൻസ് വേണം സാറെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനൊരു വേറെ ലെവലിൽ കുത്തൊരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞാനത് ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ എൻ്റെ മോൾക്ക് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, മക്കളെ ഇത് കേക്ക് എങ്ങനെയുണ്ട്, ഒരു കുത്ത് ഇതിങ്ങനെയൊക്കെ അറിയുകയും ചെയ്യും ഞാനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവളത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല എൻ്റെ അടുത്ത്. അവളവിടെ റൂമിൽ പോയി ഇരുന്ന് കുറേ നേരം ഇരുന്ന്. രാത്രി വന്നിട്ടിപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ ഞാൻ 5 മണിക്ക് ഇറങ്ങി ഓടുവണ്ണ വീട്ടിൽ നിന്ന്. അപ്പോൾ 5 മണിക്ക് ചായ കുടിക്കാൻ പോകും. 5 മണിക്ക് ചായ കുടിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ വൈഫ് വിളിച്ച്, അതേ ചെറുതായിട്ട് ഇന്നലെ അവള് ഭയങ്കര കരച്ചിലായിരുന്നു രാത്രി. അത് കൊച്ചു വേറൊന്നുമല്ല പറയുന്നത്, ഈ പാട്ടെങ്ങാണ് ഞാൻ ചെയ്തത് റിലീസ് ചെയ്ത് എവിടെ ഫ്രണ്ട്സ് എങ്ങാണ് ഈ ഫിലിം കാണാൻ പോയാൽ അവൾ എന്ത് പറയും ആണ് സത്യം. വാവിട്ട് കരഞ്ഞെന്ന അവള്. അതൊരു കാര്യം, അത് പറയാതിരിക്കാൻ വയ്യ. അല്ല, അതിനിടയ്ക്ക് എന്താ ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചു, നമ്മളാരും കേട്ടു, നമ്മളാരും അത് റിയാക്ട് ചെയ്തില്ല. 5 മണിക്കേറ്റ് വീട്ടിൽ നിന്ന് ഓടുന്നു. ഇല്ല, എനിക്കത് രാവിലെ ചായ കുടിച്ചില്ല ശരിയാകത്തില്ല. അതൊരു ഒരു ശീലമാണ്. ശീലം. വീട്ടിൽ നിന്ന് ഓടാനായിട്ട് പോകുന്നു പറയുന്നല്ലോ, വീട്ടിൽ നിന്ന് എണീറ്റ് ഓടും. ചേച്ചിക്കും എങ്ങനെയാണ് ഇപ്പോ ആസ് എ സിംഗർ, മ്യൂസിക് കമ്പോസേഴ്സിന്റെ കൂടെ ഇപ്പൊ രാജാ സാറിനൊക്കെ വേണ്ടി 54 സോങ്സ് ഒക്കെയാണ് ചേച്ചി പാടിയിട്ടുള്ളത്. ഇപ്പത്തെ ജനറേഷനിലെ കമ്പോസേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഏത് ജനറേഷൻ എന്നുള്ളതല്ല, ഈ ഒരു ജനറേഷനിൽ ജനിച്ച ടൈമിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യുമ്പം അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫ്രീഡം, നമുക്ക് പാടാനുള്ള ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. സോ അതാണ് ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പാടാൻ പോകുമ്പോഴത്തേക്ക് വല്ലാണ്ട് പേടിച്ച് വിറച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റില്ല. പിന്നെ ഏറ്റവും കോമഡി പറഞ്ഞ മനുഷ്യനെ പാടാൻ പറ്റാണ്ടാക്കുന്ന ഒരാളാണ് ഈ ശരത് സാർ. ഒരു പാട്ട് പാടാൻ പോയാൽ അതിലെന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അതിനെ ചൊല്ലി ബേസ് ചെയ്ത് ഒരു തമാശ പറയും. പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല. അത് പക്ഷെ സാറിൻ്റെയൊക്കെ റെക്കോർഡിങ്, ശരത് സാറിൻ്റെയൊക്കെ 1/2 മണിക്കൂറിൽ പാട്ട് റെക്കോർഡിങ് തീരും.